ഞാൻ പുതിയ ഡാൻസ് കളിച്ചാൽ കാണേ ഇതിങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ ആരോ ചട്ടമ്മ പൊട്ടാറ് നടന്ന പൊട്ട നല്ല കൈത്തൊയിലും പഠിച്ച അതേ ഉണ്ടാവുള്ളൂ കൈതേ അതിന് എനിക്ക് പഠിച്ചാൽ പൂതിയുള്ളതിന് നിങ്ങൾ കൊണ്ടുപോയി കൂട്ടണേ. ഹലോ നിന്റെ ഒച്ച ഒന്ന് കൂട്ടിക്ക അന്റെ മച്ചി കുളിച്ചിട്ട് കിട്ടണില്ല. സെറ്റിംഗ്സ് പോയാ മതി. സെറ്റിംഗ്സ് ഒക്കെ പോകാൻ നേരം ചോദിച്ചാൽ എന്റെ അടുത്ത് തന്നതാ. അപ്പൊ ശരിയാക്കി തരാം. ഇങ്ങോട്ട് കാട്ടാണ്ട് ഇവിടെ മൊബൈൽ നേരാക്കണ പേരിൽ ഞാൻ ഉണ്ടാകുമ്പോ ഓൾ കൊടുത്തേ പിന്നെ എല്ലാരും വിളിച്ചാൽ എന്നെ മൊബൈൽ നന്നാക്കി ആരാണ് അങ്ങനെ വിളിച്ചാല്? എന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ തന്നെ? ചിലർക്ക് നന്നായി കഴിഞ്ഞാൽ ചുരുക്കാണ്ട് എന്നെ നന്നൂന്ന് വിളിച്ചലുണ്ട്. തീരെ ഒഴിവില്ലാത്തവരേക്കാണ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അത് ശരിയായി തന്നെ. എന്തേ ഇതിന്റെ സൈലന്റ് മൂഡ് ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര റുപ്യാവും? വേണ്ട ഞാൻ തന്നെ നേരാക്കിയത് ഉറപ്പില്ലാതെ ശരിയാക്കാം. പക്ഷെ അത് കണ്ട രണ്ട് പോളിയൊക്കെ വെച്ചിക്കണത്. ഇതൊരു അക്ഷരം ഉണ്ടാൻ പാടില്ല. കുഞ്ഞപ്പോ അന്റെ ചങ്ങന്മാരൊക്കെ പോയി പഠിച്ചു കൊടുത്ത് പഠിച്ചെന്ന് അറിയുന്നില്ലേ? അതെവിടെ സ്ഥലം? KMIT മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. മറ്റവരൊക്കെ പോയി പഠിച്ചു, ഇവൻ പോകാതെ പഠിച്ചു. ഓൻ എന്റെ കുട്ടിയാ, ഓൻ എന്റെ തല കിട്ടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം. ഓൾ അങ്ങനെ പലതും പറയും. ഇപ്പാൻ കുട്ടിയെ ശരിയാക്കിക്കോളി. എന്താ കംപ്ലൈന്റ് പറഞ്ഞു? ഗളിവാസ് സ്പോൺസർ റെക്കോർഡ് ഇൻ ദ സൗത്ത് സീ എന്ന് പറഞ്ഞ എന്താണ്? എന്റെ ഒപ്പം പഠിച്ച ആ ചെക്കന്മാരില്ലേ ഓരോരുത്തർ കൊടുത്തു കഴിഞ്ഞാൽ നേരാക്കാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞപ്പോ ആ ഫോൺ കൊളായി അർത്ഥം. ആ പച്ചേ അന്നെ എന്താ എന്റെ ചെങ്ങന്മാർ വിളിച്ചതെന്ന് പറഞ്ഞത്? ചുരുക്കാണ്ട് ഞാൻ നന്നൂന്നും വിളിച്ചലുണ്ട്. നന്നു ഒന്നും നീച്ച നന്നു നാളെ വിളിച്ചല്ലേ പണിന്ന് ഞാൻ കഴിച്ച റീസ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? എനിക്ക് മൊബൈലിൽ ഇത് പഠിച്ചാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചങ്ങായിമാരൊക്കെ പഠിച്ച ആ മഞ്ചേരിയുള്ള KMIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ, അവിടെ പോയി പഠിച്ചോ. അതാവുമ്പോ 8 മാസം കൊണ്ട് പഠിച്ചും ചെയ്യാം, ഓലന് ജോലിയാക്കി തരും ചെയ്യും. ഇജ്ജ് പോയി മാറ്റിക്കൂടെ? ഞെപ്പച്ചോട് ഞാൻ പറഞ്ഞോളാം. എവിടെ ആ നെച്ചലി? എവിടെ നെച്ചലി? ഓനെന്ന് കൊല്ലണ ദിവസമാണ്. മോട്ടി എന്റെ ഫോൺ ഫുള്ള് നാസാക്കി. തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് എന്നോട് പറഞ്ഞത്? തന്തന്റെ തലയാണ്. ഇപ്പച്ചേ ഓനെ മഞ്ചേരി പോയിക്കാണ് ചേർത്ത്, നിങ്ങൾ പോയിക്കാണ് മാറ്റിക്കാണി. എന്നാ ഒന്നും നോക്കണ്ട, ആംസന്റെ മുണ്ടാൻ പറ്റാത്ത വണ്ടിക്ക് വിളിച്ചോടി. ഉണ്ടാൻ പറ്റാത്ത വണ്ടിയോ? കണ്ടു വണ്ടിക്കാണാ പറയണ്ടേ. അപ്പോൾ നമ്മൾ KMIT കൊടുക്കുന്നത് 8 മാസത്തെ കോഴ്സാണ്. അതിൽ 6 മാസം ഇവിടെ ക്ലാസ് ആയിരിക്കും. അതിനുശേഷം 2 മാസം ഒരു സീനിയർ ടെക്നീഷ്യൻ അണ്ടറിൽ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാകുക. ഈ 6 മാസത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ കുട്ടി റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 7, 8, 9, 10 മാസം ഇരിക്കാം വിത്തൗട്ട് ഫീസ് ഇൻക്രിമെന്റ്. ദൂരമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രീ ലാപ്ടോപ്പിന്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങൾ അപ്ഡേഷൻ ക്ലാസ്സിന് കൊടുക്കുന്ന ലബോറട്ടറി ഫെസിലിറ്റിയാണ് നമ്മൾ റെഗുലർ ബാച്ചിന് തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഫ്ലെക്സ് ബോണ്ടിങ് മെഷീൻ, ലേസർ മെഷീൻ, അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. 8 മാസത്തെ ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് 9ാമത്തെ മാസം മുതൽ ട്രെയിനിങ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ നിർബന്ധമായിട്ടും പ്ലേസ്മെന്റ് കൊടുക്കും. സംശയമുള്ള ആളുകൾക്ക് മുദ്ര പേപ്പറിൽ എഴുതി നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 100% പ്ലേസ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ പറ്റും. 8 മാസത്തെ കോഴ്സിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപ്ഡേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ഒറ്റൊരു പാക്കേജിലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ KMIT ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് KM ടവറിൽ. അപ്പൊ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ വിളിച്ചിട്ട് വന്നോളി.